ഹായ് ഹലോ നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ക്യൂൻ അലക്സാൻഡ്ര. ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. സ്പെഷ്യൽ വീഡിയോ എന്ന് പറയാൻ സാധാരണ എൻ്റെ ചാനലിൽ കൂടുതലും അപ്ലോഡ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ ചാനലിൽ കൂടുതലും ഇടുന്ന വീഡിയോ എന്ന് പറയുന്നത് ഡാൻസിനെ ബേസ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. പക്ഷേ ഇന്ന് ഡാൻസിനെ ബേസ് ചെയ്തിട്ടുള്ള വീഡിയോ അല്ല. ഇന്ന് ഞാൻ ഇടാൻ പോകുന്ന വീഡിയോ പെൺകുട്ടികൾക്കും ലേഡീസിനും ഒക്കെ ഏറ്റവും കൂടുതൽ ബെനഫിറ്റ്സ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹെയർ, നമുക്ക് പെൺകുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഹെയർ. അവരെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന കാര്യമാണ് ഹെയർ എന്ന് പറയുന്നത്. അപ്പം ഹെയർ ഗ്രോത്തിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. ഹെയർ ടിപ്സ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമുക്ക് എല്ലാവർക്കും അറിയാം, അല്ലെങ്കിൽ എല്ലാ പെൺകുട്ടികൾക്കും അറിയാം, പൊതുവെ പെൺകുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഒരു പെൺകുട്ടിയെ കാണുമ്പോൾ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് ആകർഷകമാകുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ ഏറ്റവും കൂടുതൽ വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഹെയർ, അല്ലേ? അപ്പോൾ ഞാൻ പിന്നെ കുറച്ച് നാൾ മുന്നേ, എനിക്ക് പണ്ട് ഞാൻ അങ്ങനെ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ഹെയർ ടിപ്സ് അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് ഒന്നും അറിയത്തില്ലായിരുന്നു ഹെയറിനെ പറ്റി എന്തുവാണെന്ന്. സാധാരണ എല്ലാവരും ചെയ്യുന്നത് പോലെ ചിലപ്പോൾ എനിക്ക് തോന്നുവാണെങ്കിൽ ഞാൻ എണ്ണ തേക്കും, അതിന് ശേഷം കുളിക്കും, ചിലപ്പോൾ സോപ്പിട്ട് കഴുകി കളയും, അങ്ങനെ ഷാമ്പു ഇട്ട് കഴുകി കളയും, അങ്ങനെയൊക്കെ ആയിരുന്നു. എനിക്ക് അങ്ങനെ ഡീറ്റെയിൽസ് ആയിട്ടൊന്നും അറിയത്തില്ലായിരുന്നു എന്ത് ചെയ്യണമെന്നുള്ളത്. പിന്നെ ഞാൻ അതിനുശേഷം കുറേയൊക്കെ സെർച്ച് ചെയ്തും കുറേയൊക്കെ നോക്കിയൊക്കെ ഞാൻ കണ്ടുപിടിച്ചു. പിന്നെ ഞാനത് എൻ്റെ ഹെയറിൽ ഞാൻ പരീക്ഷിച്ച് നോക്കിയപ്പോൾ എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത്. പിന്നെയെന്ന് പറഞ്ഞാൽ എനിക്കൊരു കുഴപ്പമുണ്ട്. എനിക്ക് ഭയങ്കര മടിയാണ്, ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ഭയങ്കര മടിയാണ്. അപ്പം ആ മടി കാരണം പിന്നെയും എനിക്ക് 8ൻ്റെ പണി കിട്ടിയിരിക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ച് അന്ന് ചെയ്ത ആ ടിപ്സുകൾ ഇനി ഒന്ന് ഉപയോഗപ്പെടുത്തി നോക്കാം എന്ന് വിചാരിച്ചു. അപ്പോഴാണ് എനിക്ക് തോന്നിയത്, ഈ പ്രശ്നം ഞാൻ മാത്രമല്ല, ഒരുപാട് പെൺകുട്ടികൾ, അല്ലെങ്കിൽ ഒരുപാട് ഗേൾസൊക്കെ ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത് കുറച്ച് പേര് കൂടിയൊക്കെ അറിഞ്ഞിരുന്നാൽ അവർക്കും നല്ലതായിരിക്കും. ഇപ്പോഴത്തെ നമ്മുടെ കാലാവസ്ഥയുടെ ഇത് വെച്ചിട്ടാണെങ്കിലും ഇപ്പം ഒരുപാട് പേർക്കും നല്ല ഇത് ഹെയർ ഫോളും അല്ലെങ്കിൽ ഡാൻഡ്രഫും ഒരുപാട് മുടി കൊഴിച്ചിലും ഒക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ട് ഞാനൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ അതൊരു വീഡിയോ ആക്കി നിങ്ങൾക്കും കൂടി അത് ആ ഒരു അറിവ് പകർന്നു തന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഒരുപാട് ഉപയോഗമുള്ള കാര്യമായിരിക്കും എന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ മസ്റ്റായിട്ടും ചെയ്തിരിക്കേണ്ട കാര്യമാണിത്. ഒരു ഗസ്റ്റ് വന്നു കേട്ടോ, അപ്പം ഞാൻ അങ്ങോട്ടങ്ങ് പോയി, അതുകൊണ്ടാണ്. അപ്പം പറഞ്ഞത്, നമ്മൾ മസ്റ്റായിട്ട് ചെയ്തിരിക്കേണ്ട കാര്യമാണ്. നിങ്ങൾ ഇതുവരെ ചെയ്തില്ലെങ്കിൽ ഇനി മുതലെങ്കിലും ചെയ്യുക. അപ്പം അത് എന്താണെന്ന് വെച്ചാൽ, ആദ്യം ചെയ്യേണ്ടത്, ഇപ്പം ബിഗിനേഴ്സ് ആയിട്ടുള്ള ഒരു അറിവില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം ആദ്യം ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ, നമ്മുടെ ഹെയർ ഒന്ന് കട്ട് ചെയ്യുക. അപ്പം ഞാനിപ്പം കുറേ നാളായി എൻ്റെ ഹെയർ കട്ട് ചെയ്തിട്ട്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഭയങ്കര മടിച്ചാണ് ഞാൻ ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട്. ഇങ്ങനെ പുഷ് ചെയ്ത് ഞാൻ തന്നെ സ്വയമേ പിന്നെ പുഷ് ചെയ്താണ് ഒരെണ്ണം ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ ചെയ്യാൻ പ്ലാൻ ചെയ്തതൊന്നും അല്ല. പിന്നെ ഇപ്പം ഇങ്ങനെ ഞാൻ രാവിലെ ഒന്ന് ചീകിയപ്പോഴത്തേക്ക് നല്ലതുപോലെ ഹെയർ കൊഴിയുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും അന്ന് ചെയ്ത ടിപ്പൊന്ന് ചെയ്യാമെന്ന് കരുതി. ഞാൻ വേണമെങ്കിൽ ഇവിടെയൊക്കെ ഞാൻ കൊടുത്തേക്കാം എൻ്റെ പഴയ ഫോട്ടോ. അതായത് ഞാൻ ഈ ടിപ്സൊക്കെ ചെയ്താൽ ഇതൊക്കെ ഉപയോഗിച്ച് നോക്കുന്നതിന് മുമ്പേ ഉള്ള എൻ്റെ ഹെയറും അത് ഉപയോഗിച്ചതിന് ശേഷം റിസൾട്ട് കിട്ടിയ ഇതിൻ്റെ ഫോട്ടോയും ഞാൻ എവിടെയെങ്കിലും 2 സൈഡിലായിട്ട് കൊടുത്തേക്കാം. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും. ഓക്കെ. അപ്പം അതിനുശേഷം ഞാൻ ഉപയോഗിച്ചതിന് ശേഷം എന്നത് ബിഫോർ ആഫ്റ്റർ കൊടുത്തേക്കാം. പക്ഷേ ഞാൻ ഉപയോഗിച്ച് കുറച്ചാളാ കഴിയുമ്പോൾ പിന്നെ മുടി കൊഴിച്ചിലൊക്കെ അങ്ങ് മാറിയപ്പോഴത്തേക്ക് പിന്നെ എനിക്ക് മടിയായപ്പോഴത്തേക്ക് പിന്നെ ഞാൻ ഉപയോഗിക്കാതെയൊക്കെ ഇരുന്ന് അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്ക് എനിക്ക് പിന്നെയും പഴയ അവസ്ഥയിലോട്ട് പോകുന്നത് പോലെ ഒരു ഫീല് വന്നു.
അങ്ങനെ ഇപ്പം ഞാൻ വിചാരിച്ചു ഒന്നും കൂടെ അതൊന്ന് കണ്ടിന്യൂ ചെയ്യാമെന്ന്. അപ്പം ആണ് ഞാൻ ഇന്ന് അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനൊക്കെ ചെയ്തത്. അപ്പോൾ അത് വീഡിയോയ്ക്ക് നിങ്ങളെയും കൂടെ അറിയിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതിൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പം ഇന്ന് ഹെയർ കട്ട് ചെയ്യുവാണെങ്കിൽ, അതായത് 1 മന്ത് അല്ലെങ്കിൽ പോട്ടെ, നിങ്ങൾ 1 മന്ത് കൂടുമ്പം ഹെയർ കട്ട് ചെയ്യണ്ട. 2 മാസം കൂടുമ്പോഴെങ്കിലും ഹെയർ കട്ട് ചെയ്യണം. ഒരു മാസം കൂടുമ്പോൾ ഹെയർ കട്ട് ചെയ്യണ്ട. ചിലപ്പം ചിലർക്ക് അതൊരു ഇതായിട്ട് തുടക്കത്തിൽ ചിലപ്പോൾ അതൊരു ഇതായിട്ട് തോന്നില്ല. അതുകൊണ്ട് 2 മാസം കൂടുമ്പോഴെങ്കിലും നിങ്ങൾ പരമാവധി ഹെയറിൻ്റെ തുമ്പൊന്ന് കട്ട് ചെയ്യാൻ, ഹെയറിൻ്റെ അറ്റം ഒന്ന് കട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഈ ടിപ്സുകളും കൂടെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നല്ല വ്യത്യാസം, നല്ല റിസൾട്ടും കിട്ടും. എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് നമ്മുടെ ഹെയർ ഫോള്, അല്ലെങ്കിൽ നമ്മുടെ ഹെയർ ഫോള് കുറഞ്ഞു വരും. പിന്നെ നമ്മുടെ ഡാൻഡ്രഫ്, തലയിലെ താരനൊക്കെ മാറിക്കിട്ടും. പിന്നെ തലയിൽ നല്ല ഒരു ഫ്രഷ്നെസ് നമുക്ക് കിട്ടും. പിന്നെ ഹെയർ ഇതെല്ലാം വരുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഹെയർ ഗ്രോത്തും ഉണ്ടാകും. ഓക്കെ, ഈ ഹെയർ കട്ട് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ ഹെയറിന് ഗ്രോത്ത് ചെയ്യാനുള്ള ഒരു ഇതും കൂടെ കിട്ടും, നമ്മൾ ഈ ടിപ്സൊക്കെ നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പം ഫസ്റ്റിൽ അതെന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം ഫസ്റ്റിൽ ഹെയർ ഒന്ന് കട്ട് ചെയ്യണം. അപ്പോൾ എൻ്റെ ഹെയർ ഞാനൊന്ന് കട്ട് ചെയ്യാൻ പോവുകയാണ്. ഞാനിപ്പോൾ കട്ട് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു നവംബറിലോ ഒക്ടോബറിലോ അങ്ങോട്ട് ഞാൻ കട്ട് ചെയ്തതാണ്. പിന്നെ അതിനുശേഷം ഇതുവരെ കട്ട് ചെയ്തിട്ടില്ല. അപ്പം എൻ്റെ ഹെയർ ഒന്ന് കട്ട് ചെയ്ത്, നിങ്ങൾക്ക് കാണുമ്പോൾ എൻ്റെ ഹെയർ നല്ല തിക്കായിട്ടിരുന്ന എൻ്റെ ഹെയറാണ്. ഇപ്പം എൻ്റെ മടി കാരണം എൻ്റെ ഹെയർ പിന്നെയും പഴയതുപോലെ കൊഴിയാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല കൊഴിച്ചിലുണ്ട്, തലയിൽ താരനുണ്ട്. ഡാൻഡ്രഫ് കാരണമൊക്കെ എൻ്റെ മുടി നല്ലോണം ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്ക് വെച്ചിട്ട് നല്ലതുപോലെ കൊഴിയുന്നുണ്ട്. നല്ല തിക്കായി വന്നതായിരുന്നു കേട്ടോ. എൻ്റെ അശ്രദ്ധ കാരണം പോയതാണ്. എൻ്റെ അടുത്ത് ആ ടൈമിലൊക്കെ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നീ ഹെയറിൽ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടോ, അതോ നീ ഹെയർ കട്ട് ചെയ്യുന്നത് ബ്യൂട്ടി പാർലറിൽ പോയാണ് ഹെയർ കട്ട് ചെയ്യുന്നത്, അതോ സ്വന്തമായിട്ടാണ് ചെയ്യുന്നത്, എന്തെങ്കിലും നീ ബ്യൂട്ടി പാർലറിൽ പോയി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, അങ്ങനെയൊക്കെ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ ഞാൻ ഈ ടിപ്സൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ടൈമിൽ എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചിരുന്നു. അപ്പോഴത്തേക്ക് ഞാൻ ഇല്ല, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, ഞാൻ സ്വന്തമായിട്ട് തന്നെയാണ് എൻ്റെ ഹെയർ കട്ട് ചെയ്യുന്നത്. അന്നും മുമ്പും അങ്ങനെ തന്നെയാണ്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. എൻ്റെ ഹെയർ ഞാൻ തന്നെയാണ് ഈ ടിപ്സൊക്കെ ചെയ്തുകൊണ്ട സമയത്ത്. പക്ഷേ ഞാനത് കണ്ടിന്യൂസ് ചെയ്യുമായിരുന്നു. കണ്ടിന്യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ പിന്നെ എൻ്റെ തലയിൽ നല്ല താരനമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ കണ്ടിന്യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ ഫസ്റ്റ് തുടക്കത്തിൽ ഞാൻ 2 മന്ത് കൂടുമ്പോൾ ഞാൻ ഹെയറിൻ്റെ തുമ്പ് കട്ട് ചെയ്യുമായിരുന്നു. പിന്നെ നല്ല ഹെയർ നല്ല ഗ്രോത്തും കാര്യമൊക്കെ ആയി വന്നപ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, 1 മാസം കൂടുമ്പം ഹെയർ കട്ട് ചെയ്യുമായിരുന്നു. അപ്പം നല്ല ഡിഫറൻസ്, അല്ലെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു എൻ്റെ ഹെയറിന്. പിന്നെ അത് ഞാൻ എൻ്റെ ഒരു മടി കാരണമാണ് അതെല്ലാം പോയത്. അപ്പം ഹെയർ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ സെൻറ്ററിൽ വെച്ച് നല്ല റിസൾട്ട് ഉണ്ടാവട്ടെ, ഉറപ്പായിട്ടും നല്ല റിസൾട്ട് ഉണ്ടാവും. അതെനിക്ക് ഞാൻ യൂസ് ചെയ്ത് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയതാണ്. എൻ്റെ ഒരു ഇതുകൊണ്ടാണ് ഹെയർ എല്ലാം പിന്നെ പഴയ പോലെ പോയത്. നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഹെയർ പഴയതുപോലെ ആയി വരുവാണ്. മുടി ചെയ്യുന്നതിന് മുമ്പ് കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് മുടിയിൽ ജടയൊക്കെ എടുത്ത് കളയാൻ ശ്രമിക്കണം കേട്ടോ. അതിനുശേഷം ചീകുമ്പോൾ അത്ര വലിയ കൊഴിച്ചിലുണ്ടാവില്ല. എൻ്റെ മുടി നന്നായിട്ട് കൊഴിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. കാണാൻ പറ്റുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഇതാ എൻ്റെ മുടി ഇപ്പോൾ ഈ കോലമായിരിക്കുകയാണ്. ഞാൻ
അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചോട്ടെ ഫോൺ. ഇതുപോലെ പതിയെ നൈസിന് ജട എടുത്ത് കളയണം കേട്ടോ. ഭയങ്കരമായിട്ട് കിടന്ന് മുടി കിടന്ന് പിടിക്കണ്ട, ചെറുതായിട്ട് എടുത്ത് കളഞ്ഞാൽ മതി. ഞാനെല്ലാം വലിച്ചു പറിച്ച് കളഞ്ഞാണ് എൻ്റെ ഹെയർ മൊത്തം പോയത്. ആ ഭാഗം സെറ്റായി. കാണിച്ചു തരാം നിങ്ങൾ കണ്ടോ. ഞാൻ നൈസിന് എടുത്ത ഹെയറാണ്, പക്ഷേ ഹെയർ കിട്ടി. ഞാൻ നേരത്തെ, അതായത് വീഡിയോ പിടിക്കുന്നതിന് മുമ്പേ, ഒരു മിനിറ്റ്, വീഡിയോ പിടിക്കുന്നതിന് മുമ്പേ എടുത്തതിൽ ഇത്ര ഹെയർ ഉണ്ട്. ഇതുപോലത്തെ ഇതാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത്. അപ്പം ഇതിൽ ഈ സൈഡിന്, അതായത് നല്ല അകലമുള്ള സൈഡ് വെച്ച് എപ്പോഴും ചെയ്യാവുള്ളൂ. ഈ നൈസ് ഭാഗം വെച്ച് ചെയ്യുക, നമ്മുടെ മുടി പെട്ടെന്ന് പൊട്ടിപ്പോകും. എന്നിട്ട് ഈ അകർന്നിരിക്കുന്ന ഭാഗം വെച്ച് എപ്പോഴും ചെയ്യാൻ ശ്രമിക്കാവുള്ളൂ കേട്ടോ. കണ്ടോ ജടയുണ്ട്, കണ്ടോ ജട, നല്ല ജടയുണ്ട്. ഇത് താഴെ വരുമ്പോൾ അത് കണ്ടോ നല്ല ജടയുണ്ട്. ഞാനിങ്ങനെയാണ് കേട്ടോ, ഞാൻ മുന്നേ ഇങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. എനിക്ക് വലിയ പ്രശ്നമൊന്നും തോന്നിച്ചിട്ടില്ല. അതെല്ലാം നിങ്ങൾക്ക് കട്ട് ചെയ്ത് തരാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് കട്ട് ചെയ്യിക്കുക. എനിക്കിപ്പം ഇവിടെ കട്ട് ചെയ്ത് തരാൻ വേറെ ആരുമില്ല, ഞാൻ തന്നെ ചെയ്തെങ്കിലേ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ സ്വയം ഇങ്ങനെയാണ് ഹെയർ ഇത് ചെയ്യുന്നത് കേട്ടോ, കട്ട് ചെയ്യുന്നത്. കാണിച്ചു തരാം. ഇപ്പോൾ സ്വയം കട്ട് ചെയ്യുന്ന ഇങ്ങനെയാണ് ഹെയർ. ഇങ്ങനെ അങ്ങോട്ട് പിടിച്ചിട്ട് ഏകദേശം 1 ഇഞ്ചൊക്കെ കട്ട് ചെയ്താൽ മതിയാവും. ഞാനിപ്പോൾ അതാ ഇത്രയും കട്ട് ചെയ്യണേ. ഓക്കെ, ഇട്ടാണ് താഴെ വയ്ക്കും. അപ്പോൾ അതാ ഞാനിങ്ങനെ പിടിച്ചിട്ട് ഇതാ കട്ട് ചെയ്തു. കണ്ടു, കട്ട് ചെയ്തു. ഓക്കെ, ഇതും കട്ട് ചെയ്തു. ഇനിയാണ് നമ്മുടെ എഫക്റ്റീവായിട്ടുള്ള ആ ഒരു ടിപ്പ് ചെയ്യാൻ പോകുന്നത്. ഹെയർ കട്ട് ചെയ്തിട്ട് തുടങ്ങുന്നതായിരിക്കും നല്ലത്. അപ്പം നമ്മുടെ ഹെയറിൻ്റെ തുമ്പിൽ സ്പ്ലിറ്റ് എൻഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് മാറിക്കിട്ടും. വെട്ടക്കുറവുണ്ടാകുന്നുണ്ട് ഇവിടെ ഇടയ്ക്കിടയ്ക്ക്. ഇനി ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഇപ്പം എൻ്റെ തലയിൽ, അതായത് എൻ്റെ ഹെയറിൽ എണ്ണ ഇല്ല കേട്ടോ, ഓയിൽ ഇല്ല. അപ്പോൾ ഓയിലിൽ നിന്ന് സാധാ നിങ്ങൾ തേക്കുന്ന ഓയിൽ തന്നെ തേച്ചാൽ മതി. ഇപ്പം നിങ്ങൾ ഏത് ഓയിലാണോ തേക്കുന്നത്, സാധാ നോർമൽ കോക്കനട്ട് ഓയിലാണെങ്കിൽ അത് തന്നെ തേച്ചാൽ മതി. ഇപ്പം ഞാനിവിടെ എടുത്തേക്കുന്നത് സാധാ കോക്കനട്ട് ഓയിലാണ്. സാധാ വെളിച്ചെണ്ണ. ഇതിൽ വേറെ ഒന്നും ഞാനിപ്പം ചേർത്തിട്ടില്ല.
സാധാ വെളിച്ചെണ്ണയാണ്. ഇത് ഒന്ന് നമ്മുടെ ഹെയറിൽ അല്ലെങ്കിൽ നമ്മുടെ തലയിലൊന്ന് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം. കോക്കനട്ട് ഓയിൽ, നല്ല പ്യുവർ ആയിട്ടുള്ള കോക്കനട്ട് ഓയിൽ. ഇത് ഞാനിവിടെ നമ്മുടെ അതായത് ഈ കൊപ്രയൊക്കെ ആട്ടുന്ന മില്ലുണ്ടല്ലോ, അതായത് തേങ്ങയൊക്കെ ആട്ടി എണ്ണ എടുക്കുന്ന മില്ലുണ്ടല്ലോ, അവിടെ നിന്ന് പിന്നെ ഫ്ലവർ മില്ല് നമ്മൾ അരിയും മല്ലിയൊക്കെ പൊടിപ്പിക്കുന്ന മില്ല്, അവിടെ നിന്ന് മേടിച്ച എണ്ണയാണ്. അവർ തേങ്ങ ആട്ടി എടുത്ത എണ്ണയാണ്. അപ്പോൾ അവിടെ നിന്ന് മേടിച്ച പ്യുവർ എണ്ണയാണ്, അല്ലാതെ മറ്റേ കടയിൽ നിന്ന് മേടിക്കുന്ന മറ്റേ വെളിച്ചെണ്ണയല്ല കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മുടെ ഓയിൽ കണ്ടോ, ഒരുപാട് വാരിപ്പൊത്തണ്ട, ലേശം നമ്മുടെ കയ്യിലൊക്കെ ഇങ്ങനെ നല്ലതുപോലെ സ്പ്രെഡ് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് കണ്ടോ, നമ്മുടെ തലയുടെ നമ്മുടെ ഈ 4 വിരൽ മാത്രം വെച്ചിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കണം. പക്ഷെ നമ്മളങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ നഖം കയറി നമ്മുടെ സ്കാൽപ്പിലൊന്നും ഇതാവാൻ പാടില്ല. ഓക്കെ, സ്കാൽപ്പിലൊന്നും നഖം കയറി കൊള്ളാൻ പാടില്ല. ഇപ്പം എൻ്റെ കയ്യിൽ നഖമുണ്ട്. ഓക്കെ, കണ്ടോ, നഖം ഉണ്ടെങ്കിലും നഖം വെച്ചിട്ടല്ല, നമ്മുടെ കൈയുടെ ഈ വിരലിൻ്റെ ഈ ഭാഗമില്ലേ, അത് വെച്ചിട്ടാണ് നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കേണ്ടത്. നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ സ്കാൽപ്പിൽ ഫുള്ള് ഇടയ്ക്ക് എന്തോ വെട്ടക്കുറവ് വരുന്നുണ്ട് കേട്ടോ, അതെനിക്കറിയാൻ വയ്യ ഇതിൻ്റെ ആണെന്ന്. ഈ ഭാഗം കിഴക്കാണ് ഞങ്ങളുടെ വീട്ടിൻ്റെ. അപ്പോൾ ഈ ഭാഗത്ത് സൂര്യൻ അസ്തമിക്കുന്നതിൻ്റെ സംഭവമാണ്. അതാണ് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വെട്ടം വരും വെട്ടം വരില്ല അങ്ങനെ ഉണ്ട്. അപ്പോൾ ഓക്കെ, നന്നായിട്ട് സ്കാൽപ്പിലൊക്കെ അപ്ലൈ ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ സ്കാൽപ്പിലെ ബ്ലഡ് സർക്കുലേഷനൊക്കെ നല്ല രീതിക്ക് നടക്കും. വാരി ഇങ്ങനെ തലയിൽ ഒഴിച്ചു കൊടുക്കണ്ട. ഇതുപോലെ തൊട്ട് എൻ്റെ തലയിൽ നല്ല ഡാൻഡ്രഫൊക്കെ ഉണ്ട്. ഞാൻ ഇനിയിപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ഈ ഹെയർ റുട്ടീൻ പോലെ ഇത് നിങ്ങൾക്കൊരു റുട്ടീൻ പോലെ ചെയ്യാം കേട്ടോ. റുട്ടീൻ പോലെ ചെയ്തെങ്കിൽ ശരിയാവത്തുള്ളൂ. അല്ലാതെ ഒരു ദിവസം ചെയ്തിട്ട് പിന്നെ നിങ്ങൾ ചെയ്യാതിരിക്കുമ്പോൾ ആ ഒരു റിസൾട്ട് കിട്ടത്തില്ല. അപ്പോൾ ഈ റിസൾട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ റുട്ടീൻ പോലെ ചെയ്യണം. റുട്ടീൻ പോലെ ചെയ്യണമെന്ന് പറഞ്ഞാൽ, നിങ്ങളിത് ആഴ്ചയിൽ 3 ദിവസമെങ്കിലും, മിനിമം 3 ദിവസം അല്ലെങ്കിൽ 2 ദിവസമെങ്കിലും കണ്ടിന്യൂസ് ഈ ടിപ്പ് ഇത് ചെയ്യണം. ചെയ്യുമ്പോഴത്തേക്ക് നല്ല മാറ്റം നിങ്ങൾക്കുണ്ടാവും. ഒരു ദിവസം ചെയ്തെന്നും പറഞ്ഞെന്ന് മാറ്റം ഉണ്ടാവത്തില്ല. അതും കൂടി ഞാൻ എടുത്ത് പറഞ്ഞേക്കാം. ഇതൊരു നമ്മുടെ ഒരു ഹെയർ കെയർ റുട്ടീൻ പോലെ നമ്മൾ ആഴ്ചയിൽ 3 ദിവസമോ 2 ദിവസമൊക്കെ ചെയ്തെങ്കിൽ അതിൻ്റെ ഒരു ബെനിഫിറ്റ് നമുക്ക് ഉണ്ടാവത്തുള്ളൂ. ഒരു റിസൾട്ട് നമ്മുടെ ഹെയറിന് കിട്ടത്തുള്ളൂ. കസേര എവിടെ കിടന്നപ്പോൾ ഞാൻ എൻ്റെ കാല് തട്ടി. ഇങ്ങനെ നമ്മുടെ ഇവിടെയൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാനിത് കണ്ടിന്യൂസ് ചെയ്തപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല മാറ്റം ഉണ്ടായിരുന്നു. ഇവിടെയൊക്കെ നല്ല ബേബി ഹെയറുകൾ ശരിക്കും വന്നതായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് വന്നതാണ് കേട്ടോ, ഒരുപാട് വന്നതാണ്. പിന്നെ ഞാനിപ്പോൾ ഇത് ചെയ്യാതിരുന്നിട്ട് ഒരുപാട് നാളുകൊണ്ട് ഞാനിപ്പോൾ ഈ ഒരു ടിപ്പ് ചെയ്യുന്നില്ല. ഈ ടിപ്പ് ചെയ്ത സമയത്ത് എനിക്ക് നല്ല മാറ്റം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് വന്ന മാറ്റമാണ് ഇപ്പം, അന്ന് ഞാൻ ചെയ്ത ടിപ്പിൽ നിന്ന് വന്ന മാറ്റമാണ് ഇപ്പം ഇത്രയെങ്കിലും എനിക്കൊരു മാറ്റം ഉള്ളത്. പക്ഷേ ഇതിന് മുന്നത്തെ ഫോട്ടോ ഞാൻ നേരത്തെ ഇട്ടില്ലേ, അതിനകത്ത് നിങ്ങൾ കണ്ട ഫുള്ള് ഓട്ട മുടിയായിരുന്നു. ഹോള് വീണ് അണക്കത്ത. അതായത് എൻ്റെ മുടി ഇങ്ങനെ ഇട്ടിട്ട് നോക്കിക്കഴിഞ്ഞാൽ അപ്പുറം സൈഡിലുള്ള എല്ലാം ഇതിൻ്റെ ഇടയിൽ കൂടി കാണാൻ പറ്റും.
അതുപോലത്തെ ഇതായിരുന്നു, ഹെയർ ആയിരുന്നു എൻ്റെത്. പിന്നെ ഞാൻ ഈ ടിപ്പൊക്കെ ചെയ്ത് വന്നൊരു ചേഞ്ചായിരുന്നു, നല്ല ചേഞ്ച് വന്നതായിരുന്നു. പിന്നെയും ഞാൻ ഒന്നും ഉപയോഗിക്കാതെയൊക്കെ ഇരുന്നപ്പോൾ പിന്നെയും നല്ല മുടി കൊഴിച്ചിലും തലയിൽ താരനും പ്രശ്നമൊക്കെ ആയത്. ഇപ്പോഴും വലിയ ഹെയർ കട്ട് ചെയ്തപ്പം വലിയ ഇതില്ല, കണ്ടോ, വലിയ മുടി കൊഴിച്ചെന്ന് തോന്നിക്കുന്നില്ല. ഹെയർ കട്ട് ചെയ്തപ്പോൾ ഉള്ളൊരു ഇതാണ് ഇങ്ങനെ വരുന്നത്. ഇനി നിങ്ങൾക്കൊപ്പം ഞാനും ഇത് കറക്റ്റ് ഫോളോ ചെയ്താൽ എൻ്റെ ഹെയറിന് നല്ല മാറ്റം ഉണ്ടാവും. പഴയ ഇപ്പം ഇരിക്കുന്നതിനേക്കാളും നല്ല മാറ്റം ഉണ്ടാവും, എനിക്കത് ഉറപ്പുണ്ട്. ഇനി നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്തു, ഹെയർ കട്ട് ചെയ്ത് നല്ലതുപോലെ ഓയിൽ സ്കാൽപ്പിൽ നല്ലതുപോലെ മസാജ് ചെയ്ത് തേച്ച് കൊടുത്തു. പിന്നെ നമ്മളിപ്പോൾ ഹെയറിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഇനിയാണ് നമ്മുടെ ഹെയറിൽ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന ആ ഒരു പാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു പാക്ക് ഇത് വേറെ ഒന്നുമല്ല സംഭവം. നമ്മുടെ തലേ ദിവസത്തെ കഞ്ഞിവെള്ളം, അതായത് നമ്മൾ തലേ ദിവസം ചോറ് വെച്ച റൈസ് ഉണ്ടാക്കിയതിൻ്റെ തലേ ദിവസത്തെ നമ്മൾ അരി വാർത്തെടുക്കുമ്പോഴുള്ള കഞ്ഞിവെള്ളം കിട്ടത്തില്ലേ, ആ കഞ്ഞിവെള്ളമാണ് ഇത്. ഓക്കെ, നല്ല പഴകിയ സ്മെല്ലുണ്ട്. ഞാൻ എങ്ങനെ കാണിച്ചു തരുന്നേ, ഇപ്പോൾ ഇങ്ങനെ കാണിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടല്ലോ. കഞ്ഞിവെള്ളമാണ്, റൈസിൻ്റെ വെള്ളം. ഇതിപ്പോൾ ഒരു വെള്ളത്തിൻ്റെ പരുവത്തിലാണ് ഇരിക്കുന്നത്, വലിയ തിക്നെസ് ഇല്ല. പക്ഷെ നിങ്ങൾ എടുക്കുമ്പോൾ നല്ല തിക്നെസ്സുള്ള കഞ്ഞിവെള്ളം വേണം എടുക്കാൻ. തിക്നെസ്സുള്ള കഞ്ഞിവെള്ളം എന്ന് പറഞ്ഞാൽ നല്ല കട്ടിയായിട്ടിരിക്കുന്ന, നമ്മളെ കട്ടി തൈരിൻ്റെയൊക്കെ ഒരു കൺസിസ്റ്റൻസിയിലിരിക്കുന്ന കഞ്ഞിവെള്ളം ഉണ്ടല്ലോ, അത് വേണം എടുക്കാൻ. അതാണ് നല്ല ബെനിഫിറ്റ്. ഇതിപ്പം ഞാൻ ഇങ്ങനത്തെ ലൂസ് മാതിരി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ തലയിൽ അപ്ലൈ ചെയ്താലും നമ്മുടെ പിന്നെ സ്കാൽപ്പിൽ നല്ലതുപോലെ പിടിച്ചിരിക്കില്ല, ഇതിങ്ങനെ ഒലിച്ചിങ്ങനെ വാർന്ന് വീഴുന്നുകൊണ്ടിരിക്കും. പക്ഷേ മറ്റതാണെങ്കിൽ നല്ലതുപോലെ നമ്മളെ ഹെയറിലൊക്കെ അതുപോലെ അത് ഇരുന്ന് നല്ലതുപോലെ നമ്മൾ സ്കാൽപ്പൊക്കെ ഒബ്സർവ് ചെയ്തെടുക്കും. ഇവനാണ് നമ്മുടെ ഹീറോ, ഇന്നത്തെ ഹീറോ എന്ന് പറയുന്നത് ഇവനാണ്. ഇവൻ നല്ല ബെനഫിറ്റുള്ള ഒരു സാധനമാണ്. നിങ്ങൾ മിസ് ചെയ്യാതെ ചെയ്ത് നോക്കുക. അതായത് നിങ്ങൾ ഒരു റുട്ടീൻ പോലെ ഇത് ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ ഹെയറിന് നല്ല മാറ്റം ഉണ്ടാകും. അത് ഞാൻ ഉറപ്പ് തരുന്നു എന്ന് പറയാൻ എനിക്ക് നല്ല മാറ്റം ഉണ്ടായിരുന്നു. ഇനി ഓരോരുത്തരുടെയും പിന്നെ സ്കാൽപ്പിലും ഹെയറിൻ്റെയൊക്കെ ഇതുപോലെ ഇരിക്കും. ചിലവർക്ക് വലിയ യൂസ്ഫുൾ ആയിരിക്കും, എന്നാലും പെട്ടെന്നൊന്നും റിസൾട്ട് കിട്ടിയെന്ന് വരില്ല. പക്ഷെ ചിലവർക്ക് പെട്ടെന്ന് ഫാസ്റ്റായിട്ട് റിസൾട്ട് കിട്ടും. അപ്പോൾ എനിക്കിത് സ്ലോയിൽ ഭയങ്കര ഫാസ്റ്റായിട്ട് കിട്ടില്ല, എന്നാലും അത്യാവശ്യം ഒരു ചെറിയ വ്യത്യാസമൊക്കെ നമ്മൾ കണ്ടു തുടങ്ങും. പക്ഷെ നമ്മുടെ ഹെയർ ഗ്രോത്ത് ചെയ്ത് കൊടുക്കുന്നത് ഞാനിത് കണ്ടിന്യൂസ് ചെയ്ത് ഒരു 3 മന്ത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഹെയർ നല്ല രീതിക്ക് ചേഞ്ചായി തുടങ്ങിയത്. അപ്പം നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പം ഞാനിതാ കുറേശ്ശായിട്ട് എൻ്റെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ഓക്കെ, നിങ്ങൾ നല്ല തിക്കുള്ള കൺസിസ്റ്റൻസിയിൽ എടുക്കണം കേട്ടോ, എങ്കിൽ മാത്രമേ എല്ലായിടത്തും നല്ലതുപോലെ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ.
ഇത് തേച്ചൊരു ഇത് നമ്മൾ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്തിട്ട് ഈ തലനീര് അങ്ങനെ എന്തൊക്കെയല്ലേ പറയുന്നത്, അതായത് വെള്ളം തലയിൽ താഴ്ന്നിട്ട് പ്രശ്നമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒരു 10-15 മിനിറ്റ് തന്നെ അധികം നിൽക്കണമെന്ന് ഞാൻ പറയത്തില്ല. അതിനുമ്പോൾ നിങ്ങൾക്ക് പോയി വാഷ് ചെയ്ത് കളയാം. കുറച്ച് നേരം ഒരു 10 മിനിറ്റെങ്കിലും വെച്ച് നിന്നിട്ട് നിങ്ങൾ വാഷ് ചെയ്താലും മതി. അതൊന്നും കുഴപ്പമില്ലാത്തതിൽ ഒരു 10-15 മിനിറ്റെങ്കിലും മിനിമം ഒന്ന് വെച്ചിരുന്നാൽ അത്രയും നല്ലത്. അതൊന്നും കുഴപ്പമില്ലാത്തവരാണെങ്കിൽ ഒരു 20 മിനിറ്റൊക്കെ വെച്ചാലും നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ ഒരു 20 മിനിറ്റൊക്കെ വെച്ചിട്ട് നിങ്ങൾ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. ഇത് കുളിക്കുന്നതിന് മുന്നേ ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ നമ്മൾ കുളിച്ചിട്ടൊക്കെ അല്ലാതെയൊക്കെ ഇത് നമ്മൾ ചെയ്തിട്ട് പിന്നെ തല മാത്രം വാഷ് ചെയ്യുന്നതൊക്കെ ബുദ്ധിമുട്ടായിരിക്കില്ല. അതുകൊണ്ട് കുളിക്കുന്നതിന് മുമ്പേ ഈ ടിപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതാകുമ്പോൾ നമുക്ക് പോയി 10-15 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് പോയി കുളിക്കാമല്ലോ. ഞാനിപ്പോൾ ഒരു 20 മിനിറ്റ് വയ്ക്കും. എനിക്ക് പ്രശ്നമില്ല ഇത് വയ്ക്കുന്നത് കൊണ്ട് കേട്ടോ. എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ. ചിലവർക്ക് ജലദോഷമൊക്കെ പെട്ടെന്നുണ്ടാവില്ലേ, പെട്ടെന്ന് കോൾഡൊക്കെ വരുന്നവർ അധികം നേരം വെച്ചുകൊണ്ടിരിക്കണ്ട കേട്ടോ. ഇനി ഞാൻ പറഞ്ഞിട്ടാണ് 20 മിനിറ്റ് വെച്ചെന്നുള്ളൊരു പ്രശ്നം വരണ്ട. അതുകൊണ്ട് ഒരു 10-15 മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്ക് വാഷ് ചെയ്ത് കളയാം. എനിക്ക് 20 മിനിറ്റ് നിന്നും പറഞ്ഞ് ഒരു പ്രശ്നമില്ല. പക്ഷേ എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത്. അതുകൊണ്ട് ഞാൻ 20 മിനിറ്റൊക്കെ വയ്ക്കും. 20 മിനിറ്റൊക്കെ വെച്ചിട്ടേ വാഷ് ചെയ്ത് കളയുള്ളൂ. ഇനി ഞാൻ ഇത് മൊത്തം നല്ലതുപോലെ എൻ്റെ സ്കാൽപ്പിൽ മൊത്തം ഒന്ന് ഫില്ല് ചെയ്യട്ടെ. ഓക്കെ, ഹെയറിൽ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഹെയർ ഒന്ന് നമുക്കൊന്ന് കെട്ടി വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതുപോലെ തലയ്ക്ക് കുഴപ്പമുള്ളവർ, കോൾഡോ അങ്ങനെയൊക്കെ വരുന്ന പ്രശ്നമുള്ളവർ 10-15 മിനിറ്റ് വെച്ചിട്ട് പോയി വാഷ് ചെയ്ത് കളയുക. അല്ല, ഒരു 20 മിനിറ്റൊക്കെ വെക്കുന്നത് കൊണ്ട് പ്രശ്നമില്ലാത്തവർക്ക് മാക്സിമം 20 മിനിറ്റെങ്കിലും വെക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഞാനിപ്പോൾ ഞാൻ ഇനിയിപ്പം ഒരു 20 മിനിറ്റ് എന്തായാലും മാക്സിമം വെച്ചിട്ട് വാഷ് ചെയ്ത് കളയത്തുള്ളൂ. കുളിക്കാനുള്ള ടൈം ആയി, അതുകൊണ്ട് ഒരു 20 മിനിറ്റ് വെച്ചിട്ട് വാഷ് ചെയ്ത് കളയും. ഓക്കെ, ഡൺ. ബാക്കി വരുന്നതൊക്കെ ഇങ്ങനെയൊക്കെ തേച്ച് കൊടുക്കാം. എൻ്റെ നെറ്റി ഇത്രയും കയറിയത് ഹെൽമെറ്റ് കൂടുതലും വെക്കുന്നത് കൊണ്ടാണ് കേട്ടോ. ഞാൻ എവിടെ പോയാലും ഹെൽമെറ്റ് വയ്ക്കും. ഹെൽമെറ്റ് മുഖ്യം. ഹെൽമെറ്റ് വെച്ച് ഈ ഡാൻഡ്രഫും അതായത് താരനും ഉണ്ട്, അതിൻ്റെ കൂടെ ഹെൽമെറ്റും എല്ലാം കൂടെ വെച്ച് ചൂട് സമയത്ത് പുറത്തൊക്കെ പോകുമ്പോൾ ഉള്ളവർ. പിന്നെ ഞാൻ ഇതുപോലെ കെയർ ചെയ്യാതെയൊക്കെ ഇരുന്നപ്പോൾ പറ്റിയതാണ് കേട്ടോ ഇവിടെ ഇത്ര ഇത്. അത് പിന്നെ എനിക്ക് മാറ്റിയെടുക്കണം. ഓക്കെ, അപ്പം ഈ ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ്. നല്ല ഹെയർ ഗ്രോത്തും ഒക്കെ ഉണ്ടാകാനുള്ളൊരു ടിപ്പാണ്. അപ്പോൾ ഹെയർ ഗ്രോത്ത് ഇഷ്ടമുള്ളവർ, ലോങ് ഹെയർ ഇഷ്ടമുള്ളവർ, അല്ലെങ്കിൽ തിക്ക് ഹെയർ ഇഷ്ടമുള്ളവരൊക്കെ ഇതൊന്ന് ഫോളോ ചെയ്യാം. നല്ല ബെനഫിറ്റ് ആയിട്ടുള്ള നല്ല റിസൾട്ട് കിട്ടുന്ന കാര്യമാണ്. നിങ്ങൾ മിസ് ചെയ്യാതെ ഒരു ആഴ്ചയിൽ നിങ്ങളൊരു 3-2 പ്രാവശ്യം മാക്സിമം ചെയ്യുക. 3 പ്രാവശ്യം ചെയ്യാൻ പറ്റില്ല, 2 പ്രാവശ്യമെങ്കിലും. എന്നാലും ഞാൻ പറയുന്നത് 3 പ്രാവശ്യമെങ്കിലും മിനിമം. എല്ലാ ദിവസവും ചെയ്യണ്ട, 3 പ്രാവശ്യം. എല്ലാ ദിവസവും ചെയ്താൽ അത്രയും നല്ലത്. പക്ഷേ എല്ലാ ദിവസവും ചെയ്യാൻ ജോലിക്കൊക്കെ പോണവർക്കൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട്
ആഴ്ചയിലൊരു 3 ദിവസമെങ്കിലും നിങ്ങൾ ഇത് കണ്ടിന്യൂസ് ഒരു റൊട്ടീൻ പോലെ ചെയ്യുക. ഇപ്പം നമ്മൾ കഞ്ഞിവെള്ളം മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഈ കഞ്ഞിവെള്ളത്തിൻ്റെ കൂടെ വേറെയും കുറേ കാര്യങ്ങളും കൂടെയൊക്കെ ആഡ് ചെയ്ത് യൂസ് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടി ബെനഫിറ്റ് ആയിരിക്കും. അങ്ങനെ കുറേ 2-3 ടിപ്പുകൾ ഉണ്ട് ഇങ്ങനെ. അപ്പം ചിലവർക്ക് ഓരോരുത്തരുടെയും ഹെയറിൻ്റെയും അല്ലെങ്കിൽ സ്കാൽപ്പിൻ്റെയൊക്കെ ഇതനുസരിച്ചാണ് ഓരോന്നും ഇത് ചെയ്യുന്നത്. അപ്പം ചിലവർക്ക് ഈ കഞ്ഞിവെള്ളം മാത്രമായാലും നല്ലൊരു എഫക്റ്റ് കിട്ടും, അല്ലെങ്കിൽ ബെനഫിറ്റ് ഉണ്ടാവും. ഓരോരുത്തരുടെയും എന്തുവാണ് ഹെയർ ടൈപ്പൊക്കെ വ്യത്യാസമല്ലേ, അതനുസരിച്ചിരിക്കും. അപ്പം ഞാനിനി അടുത്ത വീഡിയോയിൽ ഇതിനേക്കാളും നല്ലൊരു ടിപ്പുമായിട്ട് വരാം, അല്ലെങ്കിൽ ഇതുപോലെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, പിന്നെ അടുത്ത വീഡിയോയിൽ നല്ലൊരു ടിപ്പായിട്ട് വരാം. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് പറയുക. ഓക്കെ, ടാറ്റാ, ബൈ ബൈ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ, സീ യു.